മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വാസുദേവന്റെ വീട് ആ വളവ് തിരിയുമ്പോ ഇടത്തോട്ട് പോയാ മതി. കിതയ്ക്കുന്നുണ്ടല്ലോ വല്ലാതെ. ഭയങ്കര കിതപ്പാ. ഈ തടിയും വെച്ച് നടക്കാനേ വയ്യ. ഇതൊന്ന് കുറച്ചുകൂടെ? കുറയണ്ടേ? ഞാൻ ഡോക്ടർ മിംസ്. സോറി സാർ, എനിക്ക് മനസ്സിലായില്ല. ഞാൻ പ്രദീപ്. ഈ തടി കുറച്ചില്ലെങ്കിൽ പ്രശ്നമാണല്ലോ പ്രദീപ്. അതെ, ഇപ്പൊ തന്നെ ഷുഗർ അധികമാ. ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഉണ്ട്. പിത്താശയത്തിൽ കല്ല്. യെസ് ഡോക്ടർ. നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, മുട്ടുവേദന തുടങ്ങി ഒരു കൂട്ടം പ്രശ്നങ്ങൾ ഈ ഒബിസിറ്റി കാരണം ഉണ്ടാവും. ഭക്ഷണം കൺട്രോൾ ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതാണ് ഡോക്ടർ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്. ചിന്തിക്കണം പ്രദീപ്. ഉടനെ നല്ല ഒരു ഡയറ്റീഷ്യനെ കണ്ട് കാലറി പരിശോധിപ്പിക്കണം. ചിട്ടയായ ഭക്ഷണ ക്രമീകരണത്തിലൂടെ തടി കുറയ്ക്കാൻ സാധിക്കും. ഓർക്കുക, ദിവസവും 1200 മുതൽ 1500 വരെ കാലറി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വേറെ എന്താ ഡോക്ടർ ഒരു മാർഗം? നടക്കുക. നല്ല ഫാസ്റ്റായി ദിവസവും അരമണിക്കൂർ നടക്കണം. ഡോക്ടർ, തടി കുറയ്ക്കാനുള്ള ഗുളികകൾ ഫലപ്രദമായില്ലേ? പൊതുവെ അത്തരം ഗുളികകൾ ഉപയോഗിക്കാറുണ്ടെങ്കിലും അമിതമായ തടിയുള്ളവരിൽ ഫലപ്രദമാകാറില്ല. ഈ പ്രശ്നത്തിന് വല്ല സർജറിയും പ്രചാരത്തിലുണ്ടോ ഡോക്ടർ? ബാരിയാട്രിക് സർജറി എന്നാണ് ഇതിന്റെ പേര്. ഇത് 2-3 വിധത്തിലുണ്ട്. ഒന്ന് വിശദമാക്കാമോ ഡോക്ടർ? ഒന്ന് ബൈപ്പാസ് പ്രൊസീജിയർ ആണ്. മറ്റൊന്ന് ലാപ്രോസ്കോപ്പിക് ബാൻഡിംഗ്. മൂന്നാമതായി സ്ലീവ് ഗ്യാസ്ട്രെക്ടമി. ഈ സർജറി അമിതവണ്ണമുള്ള എല്ലാവർക്കും ചെയ്യാമോ ഡോക്ടർ? ബോഡി മാസ് ഇൻഡെക്സ് 40-ന് മുകളിലുള്ളവർക്കും ബോഡി മാസ് ഇൻഡെക്സ് 35-ൽ കൂടുതലും അതോടൊപ്പം പ്രമേഹം, പ്രഷർ തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളവർക്കുമാണ് സർജറി നിർദ്ദേശിക്കാറുള്ളത്. താങ്ക് യു ഡോക്ടർ മിംസ്. ഞാൻ ഇന്നു മുതൽ ഭക്ഷണം നിയന്ത്രിച്ച് വ്യായാമം ശീലിച്ചോളാം. ആഹാരം ആരോഗ്യത്തിനായിരിക്കണം, അനാരോഗ്യത്തിനാവരുത്.